ആചാരങ്ങൾ കുരുക്കിയിട്ട സാധാരണ മനുഷ്യജീവിതങ്ങളിലൂടെ ഒരു അന്വേഷണ യാത്ര. വിശ്വാസത്തിന്റെ മറവിൽ ദരിദ്രരും നിരക്ഷരരും ആയ സാധാരണ ജനങ്ങളെ, വിശേഷിച്ചും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ഒരു പതാകയാണ് പത്രപ്രവർത്തകനായ ശ്രീ അരുൺ എഴുത്തച്ഛൻ എഴുതി നിധി ബുക്സ് പ്രകാശനം ചെയ്ത മതപ്പാടുകൾ എന്ന പുസ്തകം. അദ്ദേഹം നടത്തിയ അതിസാഹസികമായ അന്വേഷണാത്മക യാത്രയിൽ അദ്ദേഹം നേരിൽ കണ്ട സത്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവയെല്ലാം സത്യസന്ധമായി തന്നെ ലിഖിത രൂപത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ ശ്രീ MN കാരശ്ശേരി ഇങ്ങനെ എഴുതി: സാധാരണ ജനങ്ങൾക്ക് ഇതൊരു മികച്ച വായനാ വിഭവമാണ്, എന്നാൽ യുവപത്രപ്രവർത്തകർക്ക് ഇതൊരു പാഠപുസ്തകമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യത്വരഹിതവും പൈശാചികവുമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കൊടികുത്തി വാഴുന്നു എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എല്ലാ സമൂഹങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുവെന്ന് ഈ പുസ്തകം അടിവരയിട്ട് കാണിക്കുന്നു. ബീഹാറിലെ മുംഗേർ എന്ന ജില്ലയിലെ തോക്ക് നിർമ്മിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. തോക്ക് നിർമ്മാണ നിയമം മൂലം ഒരു വിഭാഗം ജനങ്ങളിലേക്ക് മാത്രമായി നിജപ്പെടുത്തിയപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു പോയതിനാൽ കള്ളത്തോക്ക് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ ഒരു ജനതയുടെ കഥയാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്. തുടർന്ന് കർണാടകയിലെ മുത്തലാഖ് മൂലം ജീവിതം പെരുവഴിയിലായ കുറച്ച് സ്ത്രീകളോട് നേരിട്ട് സംസാരിച്ചതിന്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് അടുത്ത അധ്യായത്തിൽ ഇദ്ദേഹം ചേർത്തിട്ടുള്ളത്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം വളരെ ചെറിയ പെൺകുട്ടികളിൽ പോലും സന്താനോൽപാദനം നടത്തിയ ശേഷം വെറും 3 വാക്കുകളുടെ പിൻബലത്തിൽ അവരെ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനായി പലരും ലൈംഗിക തൊഴിലിലേക്ക് തിരിയേണ്ടി വരുന്ന കാഴ്ച കണ്ണീരോടെയല്ലാതെ നമുക്ക് വായിച്ചു പൂർത്തിയാക്കാനാവില്ല. അതിവിചിത്രമായ, ഞെട്ടിപ്പിക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു അനാചാരത്തിന്റെ കഥയാണ് മറ്റൊരു അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കല്ലുറാണി എന്ന സ്ഥലത്തെ മാടസ്വാമി ക്ഷേത്രത്തിൽ ശവം ഭക്ഷിക്കുന്നതാണ് ആചാരം. അത് അത്ര വലിയ കാര്യമായി കരുതേണ്ടതൊന്നുമില്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്. എത്തിപ്പെടുന്ന എല്ലാ ആളുകളുടെയും ജാതകം വൈത്തീശ്വരൻ കോവിലിൽ ഉണ്ടായതെങ്ങനെ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യർ എഴുതി വച്ചിരിക്കുന്നത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ആളുകൾക്ക് മുഴുവൻ ജാതകം വായിച്ചു കൊടുക്കുന്ന ജ്യോതിഷികളുടെ തട്ടിപ്പ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തുറന്നു കാണിക്കുന്നു. ആൺ ഭ്രൂണഹത്യ നടത്തുന്ന അല്ലെങ്കിൽ ആൺ ഭ്രൂണഹത്യ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ആധുനിക ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? മധ്യപ്രദേശിലെ മൻസറിലെ ബാഞ്ച്ഡ സമുദായക്കാർ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ്. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ കുടുംബം നോക്കിക്കൊള്ളുമെന്നും ലിംഗനിർണ്ണയം നടത്തുവാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആൺകുഞ്ഞുങ്ങളെ ഭൂമി കാണുവാൻ അനുവദിക്കുകയില്ലായിരുന്നുവെന്നും അഭിമാനത്തോടെ അവർ പറയുന്നു. സ്വന്തം പിതാവിന്റെ പേര് രേഖകളിൽ പോലും വെളിപ്പെടുത്തുവാൻ അനുവാദമില്ലാത്ത ഒരു പറ്റം കുട്ടികളെ നമുക്ക് കർണാടകയിലെ ദാവനാഗരയിൽ കാണാം. ഭരണകൂടം പോലും ഇതിന് ഒത്താശ ചെയ്യുകയാണ്. 80,000-ഓളം കുട്ടികളുടെ രേഖകളിൽ അച്ഛൻ്റെ പേരെഴുതേണ്ട കോളത്തിന് സമീപം യാതൊന്നും രേഖപ്പെടുത്തുവാനില്ലാത്ത ഒരു ജനത. സ്ത്രീകൾക്ക് വിവാഹം കഴിക്കുവാൻ അവകാശമില്ലാത്ത മറ്റൊരു ഗ്രാമം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഹിരേ സിന്ദോഗി എന്ന ഗ്രാമം അങ്ങനെയാണ്. എന്നാൽ ഉന്നത കുലത്തിൽ പിറന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇവിടുത്തെ സ്ത്രീകൾക്ക് വിലക്കില്ല. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ പാടില്ലത്രേ. ശാപവും ദൈവകോപവും ഉണ്ടാവുമെന്ന്. ഇത് വിശ്വസിക്കുന്നവരിൽ അധ്യാപകരും ഡോക്ടർമാരും വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു നീക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ രണ്ടാമതൊരു വട്ടം കൂടി ചിന്തിച്ചു പോകും. തലയിൽ തേങ്ങയുടയ്ക്കുന്ന വിചിത്രമായ, ഭയപ്പെടുത്തുന്ന ആചാരമാണ് അരുൾമിகு മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ 64ഓളം ജാതി കൊലപാതകങ്ങൾ നടന്ന അന്യജാതിയിൽപ്പെട്ടൊരുവനെ കൊല ചെയ്യുന്നവന് സ്മാരകം പണിത് ആദരവർപ്പിക്കുന്ന വിചിത്രമായ തിരുനെൽവേലിയിലെ ആചാരം. ഇങ്ങനെ നാം കണ്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലെ അന്ധവിശ്വാസങ്ങളുടെ അതിക്രൂരമായ മുഖങ്ങൾ വരച്ചു കാട്ടുകയാണ് അരുൺ എഴുത്തച്ഛൻ ഈ പുസ്തകത്തിൽ. എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നാം ജീവിക്കുന്ന സമൂഹം എങ്ങനെയുള്ളതാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ ലഭിക്കും. നന്ദി, നമസ്കാരം.